ആ കുടിശ്ശിക എത്ര നാളത്തെ കുടിശ്ശികയാണ്? 3 മാസത്തെ കുടിശ്ശികയാണ്. അതായത് 2016. മറ്റത് നിങ്ങൾ ചോദിച്ച ചോദ്യം ക്യാപ്സ്യൂളാണ്. CPM ക്യാപ്സ്യൂളാണ്. 18 മാസത്തെ കുടിശ്ശിക ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിരുന്നു. ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ താങ്കളുടെ വാട്സപ്പിലേക്ക് ഒരു 3 റിസീപ്റ്റുകൾ അയച്ചിട്ടുണ്ട്. ആ റിസീപ്റ്റ് 2016 സെപ്റ്റംബർ ഓണം സമയത്ത് ഈ കേരളത്തിലെ നിരവധി പെൻഷൻ ബെനിഫിഷ്യറീസ് മേടിച്ച പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിൽ 2 ഉമ്മമാർ പെൻഷൻ വാങ്ങിയിരിക്കുന്നത് 15,000 ആണ്. ഒരു ഉമ്മ പെൻഷൻ വാങ്ങിയിരിക്കുന്നത് 14,400 ആണ്. അതായത് LDF ഗവൺമെന്റ് വന്നതിന് ശേഷം മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 5 മാസത്തെ കൂടിയിട്ടുള്ള പെൻഷൻ ഇവിടെ 3 മാസത്തെ കുടിശ്ശികയാണ് വരുത്തിയെങ്കിൽ എങ്ങനെയാണ് 600 രൂപയുള്ള പെൻഷൻ 15,000 രൂപ ഒരു ഗുണഭോക്താവിന് കിട്ടുന്നത്? ഒന്ന് പറഞ്ഞുതരാമോ? 18 മാസത്തെ കുടിശ്ശിക എന്ന് പറഞ്ഞാൽ 18 ഗുണം 600 സമം 10,400 ആണ്. ആ 10,400 പ്ലസ് LDF കൂട്ടിയ 100 രൂപയും എല്ലാം കൂട്ടി 5 മാസത്തേക്ക് വരുമ്പോഴാണ് ഈ 15,000 വരുന്നത്. അത് 15,000 ആയിട്ട് ലിമിറ്റ് ചെയ്തു എന്നുള്ള ഗവൺമെന്റ് ഉത്തരവും ഞാൻ അങ്ങേക്ക് അയച്ചിട്ടുണ്ട്. അതായത് 15,000 രൂപ ഒറ്റയടിക്ക് പെൻഷൻ ഒരാൾ മേടിക്കണമെങ്കിൽ എന്തായാലും ഒരു 10-20 മാസത്തെ കുടിശ്ശിക വേണമല്ലോ. 18 മാസത്തെ കുടിശ്ശിക പ്ലസ് 4-5 മാസത്തെ LDF ഗവൺമെന്റ് ഓണത്തിന് അഡ്വാൻസ് കൊടുക്കുന്ന തുകയും കൂടിയാണ്. അതുകൊണ്ട് താങ്കൾ സമയം കിട്ടുമ്പോൾ അത് സൂക്ഷ്മമായിട്ട് നോക്കണം.